ന്യൂസ് മലയാളം ഇന്നലെ പുറത്തുവിട്ട, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണ വിവാദം, അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ തെളിവുകൾ ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. അപ്പം ഈ പുറത്തുവിട്ടതിന് പിന്നാലെ വ്യാപകമായ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. അത് സമൂഹ മാധ്യമങ്ങളിലാവട്ടെ രാഷ്ട്രീയ തലത്തിലാകട്ടെ പല രീതികളിൽ ചർച്ചകൾ വരികയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. കൃത്യമായൊരു പ്രതികരണം നടത്തിയത് K. മുരളീധരൻ മാത്രമാണ്. മറ്റു നേതാക്കളുടെ ഒന്നും പ്രതികരണമൊന്നും ഇനിയും അതിന്റെ ആ ഒരു അർത്ഥത്തിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. രാഹുലിനെതിരെ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്ന AI ചാറ്റുകളുടെയും ഓഡിയോ സന്ദേശങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പൊതുസമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളൊന്നും രാഹുലിനെതിരല്ല. ഈ ചർച്ചകളൊന്നും രാഹുലിന് എതിരല്ലെന്ന് മാത്രമല്ല, രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ഗർഭമാണെന്നും ഇത് പണം വാങ്ങിക്കൊണ്ടുള്ള പറയാണെന്നും കൂട്ടിക്കൊടുപ്പാണെന്നും പൊതുജനം അഭിപ്രായപ്പെടുന്നു. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഈ പറയുന്ന ന്യൂസ് മലയാളം ചാനൽ തന്നെ ഇന്നലെ, അതായത് നമ്മളിപ്പോ സംസാരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ്, ഇന്നലെ വൈകുന്നേരം ഇവർ ഒരു പോള് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒരു പോള് നടത്തിയിട്ടുണ്ട്. ആ പോള് ഇപ്പോഴും അവരുടെ പേജിലുണ്ട്. ആ പോളിൽ ഇവർ ചോദിക്കുന്നത്, മാങ്കൂട്ടത്തിനെതിരായ ന്യൂസ് മലയാളം ഇന്ന് പുറത്തുവിട്ട ഓഡിയോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നാണ് ചോദ്യം. മാങ്കൂട്ടത്തിനെതിരായ ന്യൂസ് മലയാളം ഇന്ന് പുറത്തുവിട്ട ഓഡിയോ തദ്ദേശ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം. ഓപ്ഷൻ 2 ഉണ്ട്, ഇല്ല, ഉണ്ട് എന്നുള്ള 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ രാഹുലിന്റെ ചിരിക്കുന്ന മുഖം വെച്ചിട്ടുണ്ട്, മറ്റൊന്നിൽ രാഹുലിന്റെ കുറച്ച് മ്ലാനമായ ഒരു മുഖം വെച്ചിട്ടുള്ള ചിത്രമാണ് 2 വെച്ചിരിക്കുന്നത്. ഈ പോളില് 10,000-ലധികം ആളുകൾ ഈ പോളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് 71% ആളുകളും പറയുന്നു കോൺഗ്രസിന് ഇത് തിരിച്ചടി ആകില്ല എന്ന്. എന്നാൽ 29% പറയുന്നു യെസ് കോൺഗ്രസിന് ഇത് തിരിച്ചടി ആകുമെന്ന്. 29% പറയുന്നു. ഇനി ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ന്യൂസ് മലയാളത്തിന് കിട്ടേണ്ടതൊക്കെ വയറ് നിറച്ച് ഈ കേരളത്തിലെ പൊതുജനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ എന്തൊക്കെയാണെങ്കിലും 71% ആളുകൾ പറയുന്നു തിരിച്ചടി ആവില്ല. അപ്പോ തെരഞ്ഞെടുപ്പ് ഗർഭം അടപടല മൂഞ്ചി എന്ന് പറഞ്ഞാൽ 8 നിലയിൽ മൂഞ്ചി ഇരുന്ന് മൂഞ്ചാം. നിങ്ങൾക്ക് സ്റ്റുഡിയോ റൂമിൽ ഇരുന്നു കൊണ്ട് നല്ല കോലൈസും വാങ്ങിക്കൊണ്ടിരുന്ന് മൂഞ്ചി അത് ആ ഒരു പറയുന്ന ആഘോഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കാളികളാവാം. രാഹുല് പാലക്കാട് ഇങ്ങനെ സജീവമാകുന്നത് കണ്ടപ്പോ, രാഹുല് പാലക്കാട് തെരഞ്ഞെടുപ്പില് പിരായിരിയിലും കണ്ണാടിയിലും നഗരസഭയിലും ഈ പറയുന്ന മാത്തൂരിലും ഒക്കെ വളരെ സജീവമായ പ്രചരണങ്ങളിൽ രാഹുൽ ഇടപെടുന്നത് കാണുമ്പോൾ ഇളകിയ ഒരു കുരുവാണ്. ആ ക്രിമിനടിക്ക് പുറത്താണ് ഇപ്പൊ ഇങ്ങനെ വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷേ കേരളം ഞെട്ടിയില്ല. ഈ വാർത്ത കണ്ടിട്ട് കേരളം ഞെട്ടിയില്ല. കേരളം പ്രതികരിച്ചു. തിരിച്ച് കേരളം ചോദ്യങ്ങൾ ചോദിച്ചു. അത് കണ്ടപ്പോ ന്യൂസ് മലയാളം മാത്രമല്ല കേരളത്തിലെ എല്ലാ ചാനലുകാരും ഞെട്ടി. കാരണം കണക്ക് കൂട്ടിയതുപോലെയല്ല പ്രതികരണം ഉണ്ടായത്. കണക്ക് കൂട്ടിയതുപോലെയല്ല ഇതിനുള്ള പ്രതികരണം സമൂഹത്തിൽ നിന്ന് ലഭിച്ചത്, പൊതുമധ്യത്തിൽ നിന്ന് ലഭിച്ചത്. ജനം കൈയൊഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഗർഭത്തെ കേരളത്തിലെ പൊതുസമൂഹം പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അതാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഗർഭം അത് അബോഷനായി പോയി. അത് നാച്ചുറലായിട്ട് അബോഷനാക്കി. ആരും അത് കലക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഓട്ടോമാറ്റിക് ആകട്ടെ അബോഷനായി പോയി. കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പ്രതികരിച്ചില്ല. കോൺഗ്രസ് നേതാക്കൾ എന്തിനു പ്രതികരിക്കണം? ആദ്യം ഒരു ആരോപണം വന്നു, രാഹുലിനെ മാറ്റി നിർത്തി, അയാളെ തിരിച്ചെടുത്തിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചകൾ നടന്നിട്ടില്ല. സതീശനോട് ആവർത്തിച്ച് നിങ്ങൾ ചോദിച്ചു. അപ്പോഴൊക്കെ സതീശൻ പറഞ്ഞത് എന്താ? ഇത് പുകമറയല്ല, ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ് രാഹുലിനെ മാറ്റി നിർത്തി. രാഹുലിനെ തിരിച്ചെടുക്കുന്നതിനെ പറ്റിയൊന്നും കോൺഗ്രസ് ചർച്ച ചെയ്തില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന ഇതേ ആരോപണത്തിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിടുന്ന വ്യക്തിയുടെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് അഭിപ്രായം പറയാനാ? ഒരു അഭിപ്രായമില്ല കോൺഗ്രസിന്. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ?
കോൺഗ്രസ് ഒരിക്കലും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാവരുത് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബോംബാണ് രാഹുലിന് നേരെ പൊട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ വിഷയം ഇനിയും പലതവണ പൊട്ടും. അതുകൊണ്ട് ആ കാര്യത്തിൽ കോൺഗ്രസിന് പ്രതിരോധത്തിലാവരുത് എന്നുള്ള കാര്യം കൊണ്ടാണ് കോൺഗ്രസ് ആദ്യമേ നടപടിയെടുത്ത് അങ്ങ് മാറ്റി നിർത്തി വ്യക്തിയെ. കാരണം ഈ വിഷയത്തിൽ കോൺഗ്രസിന് പ്രതികരിക്കേണ്ടതോ പ്രതിരോധിക്കേണ്ടതോ പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിച്ചു തുടങ്ങി. ആ പൊതുസമൂഹം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഈ പറയുന്ന ചാനലുകാരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർക്ക് എത്ര കിട്ടി എന്നുള്ളത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് രാഹുലിനെ ഇങ്ങനെ പച്ചക്ക് കൊത്തിയിറക്കുന്നത് എന്നുള്ളത് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചു പ്രതികരിച്ചു തുടങ്ങി. ഇത് കണ്ടപ്പോ ഞെട്ടിയത് കേരളത്തിലെ ഈ പറയുന്ന ചാനലുകാരാണ്. ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചാനൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഈ കൂട്ടരെ മാധ്യമ പ്രവർത്തകരെന്ന് ഞാൻ വിളിക്കില്ല. ഇതല്ല മാധ്യമ പ്രവർത്തനം, ഇതല്ല മാധ്യമ പ്രവർത്തകരുടെ ധാർമ്മികത എന്ന് പറയുന്നതും ഇതല്ല. അതുകൊണ്ട് ഞാൻ ചാനലുകാര് അത്ര മതി, അതിലപ്പുറം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇവരെ. അപ്പോ ഇവരുടെ വിശ്വാസ്യതയെ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തു തുടങ്ങി. ഇവര് തന്നെ വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷെ കേരളം ഞെട്ടിയില്ല. കേരളം ഞെട്ടിയോ എന്ന് ഇവർ കേരളത്തോട് ചോദിച്ചു. കേരളക്കര പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഞെട്ടിയില്ല, ഇത് തെരഞ്ഞെടുപ്പ് ഗർഭമാണെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായി എന്ന് തിരിച്ചങ്ങോട്ട് പറഞ്ഞു തുടങ്ങി കേരളത്തിലെ ജനം. അതാണ് കേരളത്തിലെ പൊതുസമൂഹം. വെറുതെയല്ല, പ്രബുദ്ധരാണ് എന്ന് പറയുന്നത്. പ്രബുദ്ധത എല്ലാ അർത്ഥത്തിലുമുണ്ട്. ഏതൊക്കെ കൂട്ടിക്കൊടുപ്പുകാരനെ കണ്ടാലും തിരിച്ചറിയാനുള്ള പ്രബുദ്ധതയും കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. അത് കേരളത്തിലെ ജനം തിരിച്ചറിയുന്നു. എന്നിട്ട് വീണ്ടും വീണ്ടും കിടന്നിങ്ങനെ കരഞ്ഞു മോങ്ങുകയാണ്. കാരണം ഇത് ഇന്നലത്തോടെ തീർന്നു. ഇപ്പൊ ഇതില് ആർക്കും ഒന്നുമില്ല. കോൺഗ്രസ് നേതാക്കൾ ആരും അതിൽ പ്രതികരിക്കില്ല. കാരണം അവരെ മാറ്റി നിർത്തപ്പെട്ടു. ഇതിനപ്പുറം മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോ ഈ മാധ്യമങ്ങളുടെ ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പ് അതിനവർക്ക് കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം വലിയ പരിശ്രമങ്ങൾ നടത്തിയവരാണ് രാഹുലിനെ അടിച്ച് മൂലക്കിരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ രാഹുൽ ഊർജ്ജസ്വലനായി കൊണ്ട് തിരിച്ചു വരുന്നതും പാലക്കാട്ടെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആരും പറഞ്ഞതല്ല. കാരണം ഈ കാലത്ത് ഇതൊക്കെ ദൃശ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും കുരുപൊട്ടു, ആർക്കാണെങ്കിലും ക്രിമികടികൾ ഉണ്ടാകും, പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ. കാരണം ഇത് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ 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 കത്തിപ്പിടിപ്പിച്ച് നിൽക്കണം. കാരണം എന്താ, അപ്പുറത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാ തോൽവി, ഒരു ദുരന്തം, കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രി. അയാളുടെ തോൽവികൾ ഓരോന്നോരോന്നായി പ്രതിപക്ഷവും കോൺഗ്രസും ഇങ്ങനെ വലിച്ചു പുറത്തേക്കിടുമ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ പലതും വേണം. അതുമാത്രമാണോ? അല്ല. കാരണം പോറ്റി ബാബുവിന്റെ പേര് പറഞ്ഞു, ബാബു വാസുവിന്റെ പേര് പറഞ്ഞു, വാസു പത്മകുമാറിന്റെ പേര് പറഞ്ഞു. പത്മകുമാർ പറഞ്ഞ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടും. നിങ്ങൾ ആ ഞെട്ടൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോ ആ പേര് പുറത്തേക്ക് വരരുത്. അത് കേരളത്തിന്റെ കാതുകളിലേക്ക് എത്തരുത്, പൊതുസമൂഹത്തിന്റെ കാതുകളിലേക്ക് എത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരുടെ പടച്ചുവിടലുകളാണ് ഇതൊക്കെ. ഇത് കേരളത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. വന്ന മണിക്കൂറിൽ തന്നെ, നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിന്റെ പൊതുസമൂഹം, സോഷ്യൽ മീഡിയ ഈ എല്ലാത്തിനെയും പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു ഇവരുടെ. അതാ ഞാൻ പറഞ്ഞത്. അവസാനം ഇവര് തന്നെ ഒരു കുഴി കുഴിച്ചു. ആ കുഴി എന്താ? ഞങ്ങൾ പടച്ചുവിട്ട വാർത്തകളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്ന് കേരളത്തിലെ പൊതുസമൂഹം ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. കാര്യകാരണം സഹിതം പറഞ്ഞു. ഈ പോളിന്റെ അടിയിലുള്ള ഓരോ കമന്റുകളും അത്രയേറെ വിലപ്പെട്ടതാണ്. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണമടക്കം ജനങ്ങൾ അങ്ങോട്ട് തിരിച്ചടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഗർഭം മൂഞ്ചി, 8 നിലയിൽ മൂഞ്ചി എന്ന് പറയാനുള്ള കാരണം. ഇനിയും കരച്ചിൽ തുടരും. ക്രിമികടികളും കുരുപൊട്ടലുകളും ഇനിയും നമുക്ക് കാണാം. കാണുമ്പോൾ വല്ലാത്തൊരാശ്വാസം. അങ്ങനെയാണല്ലോ, കൃമി കടിക്കുമ്പോ ഒന്ന് വിരലിട്ട് ഇങ്ങനെ മാന്തി കഴിഞ്ഞാല് വല്ലാത്തൊരാശ്വാസം ഉണ്ടാവുമല്ലോ. അത് തന്നെയാ ഈ ക്രിമികടി കാണുമ്പോ നമുക്ക് വല്ലാത്തൊരാശ്വാസം. കാരണം എന്താ? ജനം പ്രതികരിച്ചു തുടങ്ങുന്നു. ജനം ഈ പറയുന്ന വ്യാജങ്ങളെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നു.
അത് കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പുറത്താണെങ്കിലോ പാലക്കാട്ടേക്ക് നോക്കിക്കഴിഞ്ഞാലോ അവിടെയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രചരണങ്ങളും സജീവമായ ഇടപെടലുമായി രാഹുൽ മാങ്കൂട്ടം കുതിക്കുന്നു. ഞാന് ഈ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ ഒരു കയ്യടിയുണ്ട്. കാരണം അത് കേരളത്തിലെ പൊതുസമൂഹം അർഹിക്കുന്നുണ്ട്. ആ പ്രബുദ്ധത, ആ നട്ടല്, ആ അഭിപ്രായം, ആ നിലപാട്, അതൊക്കെ കേരളത്തിലെ ജനം ഇന്നലെ കാണിക്കേണ്ട രീതിയിൽ കാണിച്ചു എന്നുള്ളതാണ്. ഇവര് പടച്ചുവിട്ട വാർത്തയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ എന്തൊരു മണ്ടന്മാരാണ് ഇത്തരത്തിൽ വ്യാജങ്ങൾ പടച്ചുവിടുമ്പോ ഇവര് ചോദിക്കാൻ പാടുണ്ടോ? അതും കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഒരിക്കലും ഇവർ ചോദിക്കാൻ പാടില്ല. ആ ചോദിച്ചത് തന്നെ ഇവരുടെ ഏറ്റവും വലിയ മണ്ടത്തരം. ആ ചോദ്യം കേരളത്തിലെ സമൂഹം ഒരവസരം കാത്തിരിക്കുകയായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ. തിരിച്ചടിച്ചു, കൊടുത്തു. 71% ആളുകൾ പറയുന്നു ഇല്ല, നിങ്ങളുടേതിന് വിശ്വാസ്യതയില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ പറയുന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ ഒരു കരുത്താണ് പകരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. വലിയ ഊർജം നൽകുകയാണ്. നന്ദി നിങ്ങൾക്ക്, ചാനലുകാർക്ക്. കാരണം അയാളെ ഇത്ര ഊർജസ്വലനാക്കാൻ നിങ്ങൾ വഹിക്കുന്ന പങ്ക് അത് വലിയ പ്രശംസയുടെ അല്ലെങ്കിൽ വലിയ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതിൽ എനിക്കൊരു തർക്കവുമില്ല.